ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, റീഡിംഗ് ലേശം ലേറ്റാണ്. എന്നാലും ഇന്ന് നോക്കാൻ പോകുന്നത് ഗൈഡൻസ് അല്ല. ഓക്കെ, ഇന്ന് ജസ്റ്റ് നിങ്ങളെക്കുറിച്ച് നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ കരുതുന്നത് എന്ന് നോക്കാം. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകളായാലും പ്രവൃത്തികളായാലും ഓക്കെ, യൂണിവേഴ്സ് അതിൻ്റെ സപ്പോർട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് തന്നെ പക്ഷെ ആ രീതിക്ക് നോക്കാം. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനെ എന്തെങ്കിലും മാറ്റാൻ പറയുന്നുണ്ടോ? ഓക്കെ, ആ രീതിക്കൊക്കെ നമുക്ക് നോക്കാം. യൂണിവേഴ്സിന്റെ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഓക്കെ, നൈസ്. വെരി നൈസ് ആക്ച്വലി. നല്ല കാർഡാണ്. യൂണിവേഴ്സ് കരുതുന്നത് നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിങ്ങനെ ആണിപ്പോൾ, നിങ്ങളൊരു എംപ്രസിൻ്റെ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജെൻസ് ആയാലും നിങ്ങൾ എംപ്രർ എന്നെടുക്കണ്ട, കാരണം എംപ്രറിന് ലേശം ഈഗോ ഉള്ള ഇതാണ്ട്. ഇവിടെ അതുമില്ല. ഓക്കെ, എംപ്രസിന് ഈഗോവും ഇല്ല. സോ ഒരു ചെറിയ ഡിഫറൻസ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ മാൻ എന്നെടുത്തോളൂ, പക്ഷെ എംപ്രസിനെ പോലെ എന്ന് വെച്ചാൽ വളരെ സ്നേഹമുള്ളൊരു വ്യക്തി, കരുതലുള്ള വ്യക്തി, മറ്റുള്ളവരെയൊക്കെ നല്ലോണം കെയർ ചെയ്യുക, നിങ്ങളുടെ ചുറ്റും അബൻഡൻസ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട് എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ ഫുൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഏർപ്പെടുന്നത് അതിനെല്ലാം നിങ്ങളൊരു സക്സസിൻ്റെ ലെവലിലേക്ക് എത്തിക്കുന്നത്, നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിക്കാണ്. ഓക്കെ, സോ അങ്ങനെ എടുത്തോളൂ. ജെൻസ് വാച്ചിങ് ആണെങ്കിലും അതേപോലെ എടുക്കുക, അല്ലാണ്ട് ജെൻസ് ഇതിൽ പിക്ചറിൽ നോക്കണ്ട. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഒരു എംപ്രസ് ലെവലിലാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അവനവൻ്റെ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവനവൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ്. ഓക്കെ, സോ ഇവിടെ ഒരു നമ്മൾ പറയില്ല, എംപ്രസ് ഒരു രാജ്ഞി അല്ലെങ്കിൽ രാജാവ് എന്നെടുത്തോളൂ. ഓക്കെ, രാജാവ് ത്രോണിലിരിക്കുമ്പോൾ, ഒരു സിംഹാസനത്തിലിരുന്ന് ഫുള്ള് നമ്മുടെ മുമ്പിൽ കോർട്ട് ആൾക്കാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. സോ അവിടെ ആ ഒരു പവറിൽ നമ്മൾ ഇരിക്കുക എന്ന് പറയില്ലേ, അത്ര മതി. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് മതി. നിങ്ങൾ ആ ലെവലിൽ ഇപ്പോൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾ എത്തി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഉള്ള ഗ്രോത്ത് നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്നുള്ളത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, നിങ്ങളിൽ ഗ്രോത്ത് വരുന്നു, നിങ്ങളിൽ ഒരു ചേഞ്ചസ് വരുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ അവനവൻ്റെ ഒരു അവനവന് നല്ലത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും എപ്പോഴും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഓരോരുത്തർക്കും നിങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ന്യായമായിട്ടെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. പക്ഷെ ഇപ്പം ഐ തിങ്ക് നിങ്ങൾ അവനവനെ കുറിച്ച് കൂടി കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയ പോലെയാണ്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി നിങ്ങൾ. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് അത് നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞൊരു മട്ടാണ് എനിക്ക് കാണുന്നത്. എംപ്രസ് അങ്ങനെയാണ്. ഓക്കെ, എംപ്രസിന് എന്തെങ്കിലും നല്ലതല്ലാത്തുണ്ടെങ്കിൽ അതിനങ്ങോട്ട് മാറ്റിവെക്കും. ബിക്കോസ് അതൊരു തെറ്റായ ഒരു കാര്യമല്ല ഒരിക്കലും. ഓക്കെ, നമ്മളുടെ വളർച്ചയിൽ തടസ്സം വരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനെ വെട്ടുകളയുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ന്യായമായത് ഇനി യൂണിവേഴ്സ് തരുന്നുണ്ട് എന്നും പറയാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്, ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങൾക്ക് കറക്റ്റ് എന്താണോ, നിങ്ങൾക്ക് നല്ലത് എന്താണോ അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. അതിൻ്റെ ഇവിടെ സെലിബ്രേഷനാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളിൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, എംപ്രസിനെ പോലെ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഒരു എന്താ പറയുക, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു പീസ് നിങ്ങൾ ഫീൽ ചെയ്യുക, അവനവൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഫീൽ ചെയ്യുക, ഒരു പീസ് ഫീൽ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്, നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നല്ലത് എനിക്ക് സംഭവിക്കും എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന് കാണാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കാം, കുറച്ച് നിങ്ങൾ എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ വേണം. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് വേണ്ടതും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് യൂണിവേഴ്സും അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് വേറെ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഓക്കെ, യൂണിവേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് തരാനുണ്ടോ നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ്,
7 of Wands, 5 of Swords, Wheel of Fortune, Sun card. Okay. Independence. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം മെച്യൂർഡ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുണ്ട്. നിങ്ങളെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ആ സെൽഫ് റെസ്പെക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും വന്നാൽ, പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഓഫർ എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ. ഓക്കെ, ബട്ട് അത് വെറും ഒരു ചെറിയൊരു ഇമോഷണൽ കാര്യം, ചെറിയൊരു കാര്യമായിരിക്കും. ലൈക്ക് ഓക്കെ, ഇഷ്ടമാണ്, അല്ലെങ്കിൽ യുനോ ഒരു ചെറിയ ലെവലിലേക്ക് എന്നെടുക്കൂ. ഓക്കെ, അല്ലെങ്കിൽ ജോലിയുടെ ആയാലും ശരി, നിങ്ങൾക്കൊരു ചെറിയൊരു ഓഫർ വരുന്നു എന്ന് വിചാരിക്കാം. ബട്ട് ഇപ്പം നിങ്ങൾ അതൊന്നും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾക്ക് അതല്ല വേണ്ടതിപ്പോൾ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ അർഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സോ അതിൽ കുറഞ്ഞതൊന്നും നിങ്ങളിപ്പോൾ സ്വീകരിക്കില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ഇവിടെ 7 of Wands ആണ്. നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളുടെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതല്ലാത്തത് എന്തും നിങ്ങൾ സ്വീകരിക്കാൻ ഇനി തയ്യാറല്ല. ഓക്കെ, ഇനി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നതൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത്, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ജോലിയിൽ കയറി. ഓക്കെ, അവിടെ ശമ്പളം ഇപ്പോൾ സപ്പോസ് ഒരു ചെറിയൊരു ശമ്പളത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ നിങ്ങൾ നല്ലോണം അതിൽ ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ എഫേർട്ട് ഇട്ടു, എല്ലാം ചെയ്തു, ഒരു പ്രൊമോഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അവരെന്തെങ്കിലും ചെറിയൊരു വല്ലതൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓക്കെ, എനിക്ക് ഇത് ആവശ്യമില്ല, എനിക്ക് ഇതിനേക്കാൾ വേറെ ബെറ്റർ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കും. സോ ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കാം. ബിക്കോസ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ എഫേർട്ട് എത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ചെറിയ ഒരു കാര്യം ആരെങ്കിലും തന്ന് നിങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കിയാൽ അതിനി നടക്കില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് അടക്കം വരാം. ഓക്കെ, ബട്ട് അതും നിങ്ങൾക്ക് പേടിയില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് പേടിയില്ല എന്ന് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് സൺ ആണ്. സോ നിങ്ങൾക്കറിയാം ദാറ്റ് അങ്ങനെ കോൺഫ്ലിക്റ്റ് വന്നാൽ പോലും അതെന്തോ നല്ല ഇതിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് പറയാം. ഒരു വിധി നിങ്ങളുടെ ഭാഗത്തേക്ക് ചേഞ്ചസ് വരുന്നു, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നു എന്ന് കാണുന്നുണ്ട് എനിക്ക്. സൺ കാർഡ് ഉണ്ട്, ഫൈനൽ പോസിറ്റിവിറ്റി ഉണ്ട് ഇവിടെ, ഒരു സന്തോഷം വരുന്നതായിട്ട്. അഗൈൻ ഇതും സെലിബ്രേഷൻ ആണ്. ഇതും നമുക്ക് സൺ കാർഡ് നമുക്ക് സെലിബ്രേഷൻ, പോസിറ്റീവ്നെസ് എന്നൊക്കെ വിളിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവനവന് വേണ്ടി യൂണിവേഴ്സ് പറയുന്നത് ഇനി ഇങ്ങനത്തെ ഇനി വീണ്ടും തിരിച്ച് നിങ്ങളെ പഴയതിലേക്ക് പോകരുത് എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ. ഓക്കെ, സമയം ഓൾറെഡി മാറി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിനി പക്ഷെ പുറകോട്ട് പോകരുത് എന്നാണ് ഇവിടെ അഡ്വൈസ്. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ പവറിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു എന്താണോ നിങ്ങൾ അർഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ച് ആ പഴയ കുറച്ചിങ്ങനെ ചെറിയ എന്തെങ്കിലും കിട്ടുന്നതിലേക്ക് നിങ്ങൾ തിരിച്ച് വീണ്ടും പോകരുത് എന്നുള്ളൊരു അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ വല്ലവരും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോൺഫ്ലിക്റ്റ് വരെ വരാം. ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും നിങ്ങൾക്ക് നല്ലതല്ലാത്ത അവർ നിങ്ങൾക്കറിയാം ദറ്റ് അവിടെ ശരിയാവില്ല എന്നുള്ളത്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫുമായിട്ട് അലൈൻ ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ സന്തോഷങ്ങളിൽ ലൈക്ക് ആ ഒരു പഴയ ഒരു രീതിയിൽ നിങ്ങൾക്കിനി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരാം. ബട്ട് അത് വരുന്നതും നിങ്ങൾക്ക് നല്ല ഇനാണ് എന്നാണ് ഇവിടെ. ഓക്കെ, സോ ടെൻഷൻ വേണ്ട. ഓക്കെ, സോ ബട്ട് എന്തായാലും നിങ്ങളുടെ ഐ തിങ്ക് ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈ പവറിൽ തന്നെ നിങ്ങൾ നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കാം. ഓക്കെ, അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ എന്താണോ ലൈഫിൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേറെ ആരുടെയും മുമ്പിൽ താണു കൊടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടൊന്നും ചോദിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ഒരു കാര്യങ്ങൾ നോക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ആരും ലൈഫിൽ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ഓക്കെ, അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് വരട്ടെ. നിങ്ങളെപ്പോലെ ആ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആ ഒരു ഫുള്ളി ഇവോൾവ് ആയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. വ്യക്തികളായാലും എന്തെങ്കിലും കാര്യങ്ങളായാലും ജോലിയായാലും നിങ്ങൾക്ക് പറ്റിയത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ഓക്കെ, അല്ലാത്ത നിങ്ങളിനി സ്വീകരിക്കാതിരിക്കുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഗൈഡൻസ് കൂടി നോക്കാം നമുക്ക്. ഓക്കെ, ഗൈഡൻസ് എടുക്കാം. ഇത് മാറ്റി വിട്ടേക്കാം, വലിയ കാർഡ്സാണ്, എന്തായാലും കാണില്ല. നല്ല ഭംഗിയുള്ള ഡെക്കാണിത്. ഐ ഹോപ്പ്
വെളിച്ചം പോരാ, അത് കാണുമെന്നറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ് എന്താ വരുന്നത്? ഗുഡ് ഫോർച്യൂൺ, ഇൻവൈറ്റ് മാജിക് ആൻഡ് ഡ്രീംസ്. ഓക്കെ, വെരി നൈസ്. മൂവിങ് ഫോർവേഡ്, ന്യൂ ബിഗിനിങ്, ഒറിജിനാലിറ്റി, എൻലൈറ്റൻമെന്റ്. വാവ്, എന്ത് ഭംഗിയുള്ള കാർഡാണ് നമുക്ക്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കാർഡ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കാർഡ്സ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാർഡ്. പെർസ്യൂ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് പറയാം, ആക്ച്വലി വേറൊരു കാര്യം കൂടി പറയാം. ദറ്റ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പവർ മനസ്സിലാക്കി നിൽക്കുമ്പോൾ, എംപ്രസ് ലെവലിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്തോ കണ്ടു. യെസ്, ഓക്കെ, ന്യൂ ബിഗിനിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യവും ആയിരിക്കാം. ഓക്കെ, ബട്ട് അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി സ്വീകരിക്കുള്ളൂ. അതായത് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ന്യൂ ബിഗിനിങ് വരുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ബിഗിൻ യുവർ ന്യൂ ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തന്നെ നിങ്ങൾ യുനോ ന്യൂ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിൽ വന്ന മാറ്റങ്ങളെ, അങ്ങനെയാണ് ഒരു പുതിയ ലൈഫ് നിങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻവൈറ്റ് മാജിക് ഇൻ, അതായത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം, എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ, നിങ്ങൾ അർഹിക്കുന്ന റെസ്പെക്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സൊസൈറ്റിയിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ഫാമിലിയിലായാലും മറ്റുള്ളവർ നിങ്ങളെ മാനിക്കുക, അങ്ങനെ പലതരത്തിലായിരിക്കാം നിങ്ങൾക്ക് ഗുഡ് ഫോർച്യൂൺ. ഓക്കെ, അതായത് കുറച്ച് പേർക്ക് പൈസയുടെ കാര്യമായിരിക്കും, സാലറി ഇൻക്രിമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, അങ്ങനെയും വരാം. ഓക്കെ, എന്തെങ്കിലും നല്ലത് എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയോ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു മാറ്റമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന രീതിയിലല്ലല്ലോ. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നു, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രീംസിൻ്റെ ത്രൂ സയൻസ് യൂണിവേഴ്സ് തരുന്നുണ്ടാവാം. നിങ്ങൾ ഡ്രീമിനെ നോട്ട് ചെയ്ത് വെക്കുക ഡെയിലി. ഉണർന്ന ഉടനെ ഓക്കെ ഒരു ബുക്ക് അടുത്ത് തന്നെ വെച്ച് വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. എഴുന്നേറ്റ ഉടനെ ലൈക്ക് നിങ്ങൾക്ക് എത്ര ഓർമ്മയുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് എഴുതി വെച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, ഡ്രീംസിൽ നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെ അങ്ങനെ തന്നെ നടക്കുമെന്നല്ല. ഓക്കെ, അതിലൊക്കെ സിമ്പിൾസ് ആണ് കാണിച്ചു തരാം. ഓക്കെ, ഡ്രീമിൻ്റെ ലൈക്ക് ഓരോ കാര്യത്തിനും ഓരോ മീനിങ് ആണ്. ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഇപ്പോൾ ഒക്കെ ഓക്കെ, AI-ലും ഒക്കെ ചോദിച്ചാൽ എല്ലാം കിട്ടും. സോ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് ഡ്രീംസ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും വെള്ളത്തിൽ വീണ് മുങ്ങി ഇതാ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ അതന്നെ ആയിരിക്കില്ല. വെള്ളം എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് ഉണ്ട്, ആ മുങ്ങലിൻ്റെ ഒരു മീനിങ് ഉണ്ട്. സോ ഓരോ തരത്തിലായിരിക്കും. സോ ഇതിനേക്കൊന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രീംസിൻ്റെ ത്രൂ യൂണിവേഴ്സ് സയൻസ് തരുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാവും. ഓക്കെ, മൂവിങ് ഫോർവേഡ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ പോസിറ്റീവ് ചേഞ്ച്. നിങ്ങളുടെ ലൈഫിൽ തന്നെ എനിവേ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂ ബിഗിനിങ് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നു, മാറ്റങ്ങൾ വരുന്നു എന്നാണ്. ആൻഡ് ബ്ലേസ് യുവർ ഓൺ ട്രെയിൽ, ഒറിജിനാലിറ്റി, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അത് കീപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആർക്കും വേണ്ടി നിങ്ങൾ താണു കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങളൊരു താണു കൊടുക്കരുത്. ഓക്കെ, ഒരു പരിധിക്കപ്പുറം താണു കൊടുക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ വേണം, വേണ്ടാന്നല്ല, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു വാല്യൂ കളഞ്ഞിട്ട് ആർക്കും വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമുണ്ട്. നിങ്ങൾക്ക് മേ ബി കുറച്ചുകൂടി മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിന് കിട്ടും. ഓക്കെ, സോ എന്തായാലും വളരെ യൂണിവേഴ്സിന് നിങ്ങളെ പറ്റി നല്ലൊരു ഒപ്പീനിയൻ ആണ്. ഇതും ഒരു എംപ്രസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം അല്ലേ, ഒരു രാജ്ഞി ക്വീനെ പോലെ തന്നെ ഉണ്ട് ഇതും. സോ യെസ്, നിങ്ങൾ ആ ഒരു എംപ്രസ് ലെവൽ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് യൂണിവേഴ്സിനെ കാണുന്നുണ്ട്, നിങ്ങളെ അപ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ചില അഡ്വൈസ് തന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ വാല്യൂ കളഞ്ഞിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് എന്ന രീതിയിൽ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.